ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവമക്കൾ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ട മക്കളാകുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കേണ്ടവരല്ല, കൃപയുടെ നിറവിൽ സ്വതന്ത്രരായി മക്കളെപ്പോലെ ജീവിക്കേണ്ടവരാകുന്നു എന്നതാണ്. ഇടുങ്ങിയ മനോഭാവങ്ങളും മുൻവിധികളുമാണ് പലപ്പോഴും വിശ്വസിക്കുവാനുള്ള പ്രയാസവും ഉൾക്കൊള്ളുവാനുള്ള ബുദ്ധിമുട്ടും നമുക്ക് സംഭവിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനവും ജീവിതവും പ്രവർത്തികളും പലരും വിശ്വസിച്ചെങ്കിലും പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുണ്ട്. എല്ലാ അറിവുകളും നമ്മൾ വിചാരിക്കുന്ന അത്ര ശരിയാകുന്നു എന്നതിനേക്കാൾ കൂടുതൽ മറുഭാഗം കൂടി ചിന്തിക്കുവാനുള്ള വിശാലതയുണ്ടാകുമ്പോൾ അതിന് കുറച്ചുകൂടി അർത്ഥമുണ്ടാവുന്നുണ്ട്. ഞാൻ പറയുന്നത് മാത്രമാകുന്നു ശരിയെന്ന ചിന്തകളാണ് പലപ്പോഴും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുമുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് സമ്മാനിക്കുന്നത്. യേശുവിൻ്റെ വചനം, ജീവിതം, പ്രവൃത്തി എന്നു സുതാര്യമായിരുന്നു. എന്നാൽ പലപ്പോഴും അത് വെറും തലച്ചോറിൻ്റെ ഭാഗം കൊണ്ട് മാത്രം ചിന്തിക്കുവാൻ തുടങ്ങുന്നിടത്ത് ഹൃദയത്തിൻ്റെ ഭാഷകൾ രൂപപ്പെടാതെ പോകുന്നുണ്ട്, ഉൾക്കൊള്ളുവാൻ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ അറിവുകൾക്ക് അതീതമായിട്ട് ചില അനുഭവങ്ങളുടെ ആഴപ്പെടലുകളൊക്കെ വേണ്ടി വരുന്നില്ലേ? കണ്ണുകൊണ്ട് കണ്ടതും അനുഭവിച്ചതുമായ എന്തുമാത്രം നന്മകൾ ഭൂമുഖത്തുണ്ടായിട്ടും തിന്മകൾ നനയ്ക്കുവാൻ മനുഷ്യർക്ക് സാധിക്കുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഇടുങ്ങിയ മനോഭാവങ്ങളും തെറ്റിദ്ധാരണകളും ഒരുപക്ഷെ മുൻവിധികളുമൊക്കെ തന്നെയാവുന്നില്ലേ? വചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെൻ്റെ വചനത്തിൽ വിശ്വസ്തത പാലിക്കുക. അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്, അവർ പ്രകാശത്തിൻ്റെ മക്കളാകുന്നുവെന്നതാണ്. പാരമ്പര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അബ്രഹാമത്തിൻ്റെ ജീവിതത്തെയും അബ്രഹാമത്തിൻ്റെ സന്തതി പരമ്പരകളെയും നാമുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കടന്നു പോകുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പറഞ്ഞു വരുന്നത് ആ വിശ്വസ്തതയെക്കുറിച്ചും ആ ഹൃദയൈക്യത്തെക്കുറിച്ചുമൊക്കെ തന്നെയാണ്. അപ്പോഴും പൂർവികമായ ചിന്തകളെ നമ്മളെ വല്ലാതെ പരിക്കേൽപ്പിക്കുന്നു, മനസ്സിലാക്കാതെ പോകുന്നു, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവുകയാണ്. വചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചറിയാം, അത് പകർന്നു നൽകുന്ന സന്ദേശങ്ങളൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് കാരണമാവട്ടെ. തെറ്റിദ്ധാരണകളും മുൻവിധികളും കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഒരടഞ്ഞ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായാണ് നമ്മൾ രൂപപ്പെടുന്നത്. തുറവിയുള്ളവരാകുമ്പോൾ സ്വാതന്ത്ര്യമുള്ള മക്കളാണ്. മക്കൾ ഒരിക്കലും അടിമകളല്ലല്ലോ. ഒരു ഭവനത്തിലും മക്കൾ അടിമകളാകുന്നില്ല. പിതാവിൻ്റേതെന്ന് നാം അവകാശപ്പെടുന്നതൊക്കെ മക്കളുടേത് കൂടിയാണ്. മക്കൾക്കും അതേ മനോഭാവങ്ങൾ ഉണ്ടാവട്ടെ. നാം ദൈവത്തിൻ്റെ മക്കളാവുമ്പോൾ ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം, അവൻ്റെ പ്രവൃത്തികൾ, അവൻ നമ്മളെ വിളിക്കുന്ന, ക്ഷണിക്കുന്ന, നയിക്കുന്ന ജീവിത രീതികൾ നമ്മുടേതാവട്ടെ. കാരണം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് നമ്മളോട് പറയുന്നവൻ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് നാം നമ്മുടെ ജീവിതം വഴി അത് പ്രാവർത്തികമാക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ മാറ്റങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കുമ്പോഴുമാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.